പശ്ചിമ ബംഗാളിലെ ഫാൽറ്റയിൽ വോട്ടെണ്ണലിന് മുൻപ് വ്യാപക അക്രമ ഭീഷണി. എതിർപ്പുകളെ വകവയ്ക്കാതെ വോട്ട് ചെയ്തവരുടെ വീടുകൾക്ക് തീയിടുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കാവലൊരുക്കി കേന്ദ്രസേന തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേന്ദ്രസേന സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മെയ് 4 വോട്ടെണ്ണൽ നടക്കാനിരിക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് അവിടുത്തെ നാട്ടുകാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൃണമൂൽ നേതാവ് ഇസ്രാഫിൽ ചൌക്കിദാറിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം. തങ്ങൾ പരാജയപ്പെട്ടാൽ പ്രദേശത്തെ വീടുകൾക്ക് തീയിടുമെന്നും ചോരപ്പുഴ ഒഴുക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയതായി പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകൾ പറയുന്നു. തൃണമൂലിന് വോട്ട് ചെയ്തവരെ പോലും ഇവർ വെറുതെ വിടുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണമെന്നും സ്ത്രീകൾ ആവശ്യപ്പെട്ടു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് CRPF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവരെ എന്നീ ഫോഴ്സുകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സായുധ വാഹനങ്ങളും കേന്ദ്രസേന എത്തിച്ചിട്ടുണ്ട്. ഫാൽറ്റ മണ്ഡലത്തിൽ ഏപ്രിൽ 29 നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മഗ്രാഹട്ട്, പശ്ചിം, ഡയമണ്ട് ഹാർബർ എന്നീ മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 72.43% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ ഉയരുകയാണ്. EVM-കൾ സൂക്ഷിച്ചിരിക്കുന്ന ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പോസ്റ്റൽ ബാലറ്റുകൾ അനധികൃതമായി കൈകാര്യം ചെയ്തു എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്ന BJP-യുടെ സമാനമായ പരാതിയിൽ 6 ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്ത് കഴിയുകയും ചെയ്തു. വോട്ടെണ്ണൽ സുഗമമായി നടത്തുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ട് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രം സുരക്ഷ അതികർശനമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ ഭീഷണികൾക്കിടയിലും ജനങ്ങളുടെ ഭയം അകറ്റാനും ക്രമസമാധാനം നിലനിർത്താനും ശക്തമായിട്ടുള്ള നടപടികളാണ് കേന്ദ്രസേന ഇപ്പോൾ കൈക്കൊള്ളുന്നത്.